ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്ത സിനിമകളെക്കുറിച്ചും അതോടൊപ്പം വരും ദിവസങ്ങളിൽ OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്ന് രണ്ട് ചിത്രങ്ങളാണ് സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസിനെത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചിത്രം ഏതെന്ന് നോക്കുകയാണെങ്കിൽ ആസിഫ് അലി ബിജുമേനോൻ കൂട്ടുകെട്ടിൽ ഒന്നിച്ച തലവൻ എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായത് സോണി ലൈവ് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. സോണി ലൈവ് വഴി ഇപ്പോഴത്തെ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. മലയാളത്തിന് പുറമെ തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളുടെയാണ് ഈ ഒരു സിനിമ റിലീസിനെത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഈ വർഷം മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത ചിത്രമാണ് വിശേഷം എന്ന് പറയുന്ന സിനിമ. ചിത്രം റിലീസ് ചെയ്തിരിക്കുന്ന ആമസോൺ പ്രൈം വീഡിയോസിലും സിംപിളി സൗത്തിലുമാണ്. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ രണ്ട് പ്ലാറ്റ്ഫോം വഴി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ആഴ്ച നിരവധി ചിത്രങ്ങളാണ് OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ രവിതേജ കേന്ദ്ര കഥാപാത്രത്തിൽ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിരുന്നു മിസ്റ്റർ ബച്ചൻ എന്ന് പറയുന്ന സിനിമ. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് വഴി ഇവരുടെ സെപ്റ്റംബർ മാസം 12 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. തെലുങ്കിന് പുറമെ തന്നെ മലയാളം, തമിഴ്, ഹിന്ദി തുടങ്ങിയ ഭാഷയോടെയായിട്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ കണ്ടാസ്വദിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ആഴ്ച റിലീസിനെത്താൻ പോകുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ കന്നഡയിൽ നിന്നുള്ള ചിത്രമാണ് എയ് എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്ന നെറ്റ്ഫ്ലിക്സ് വഴിയാണ്. ഈ വരുന്ന സെപ്റ്റംബർ മാസം 12 ഈ സിനിമ റിലീസിനെത്താൻ പോകുന്നത്. കന്നഡയ്ക്ക് പുറമെ തന്നെ തമിഴ്, മലയാളം, തെലുങ്ക് തുടങ്ങിയ ഭാഷയോടെയായിട്ട് നമുക്ക് ഈ സിനിമ കണ്ടാസ്വദിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഈ ആഴ്ച റിലീസിനെത്താൻ പോകുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ തമിഴിൽ നിന്നുള്ള ചിത്രമാണ് കീർത്തി സുരേഷ് കേന്ദ്ര കഥാപാത്രത്തെത്തിയ രഘു താത്ത എന്ന് പറയുന്ന സിനിമയാണ്. ഓഗസ്റ്റ് മാസം 15 തിയേറ്ററോടെത്തിയ ചിത്രം കാര്യമായിട്ടുള്ള വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. സുമൻ കുമാർ ആയിരുന്നു ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ C5 സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ മാസം 13 ചിത്രം റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തമിഴ് ഭാഷ മാത്രമേ ഇപ്പോൾ ലഭ്യമാകത്തുള്ളൂ. വരും ദിവസങ്ങളായിട്ട് OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്ന് രണ്ട് ചിത്രങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഡയറക്ട് OTT റിലീസാണ്. സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രത്തെത്തുന്ന ചിത്രമാണ് ജയ് മഹേന്ദ്രൻ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന സോണി ലൈവ് ആണ്. ഈ വരുന്ന ഒക്ടോബർ മാസം 11 ചിത്രം റിലീസ് ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ മലയാളം ഭാഷ മാത്രമേ റിലീസ് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ മറ്റു ഭാഷകളുള്ള OTT റിലീസ് ഉണ്ടാകുമെന്നൊക്കെ. അപ്പോൾ ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്ന ഒക്ടോബർ മാസം 11 അടുത്തതായിട്ട് ഈ ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സർപ്രൈസ് ചിത്രമാണ്. ഈ ഒരു വർഷത്തെ വിജയ് ചിത്രം കൂടിയാണ്. ഓഗസ്റ്റ് മാസം 15 തിയേറ്ററോട്ടെത്തിയ ബേസിൽ ജോസഫ് ചിത്രമായിരുന്നു നുണക്കുഴി എന്ന് പറയുന്ന സിനിമ. ജിത്തു ജോസഫ് ആയിരുന്നു ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഓണം സ്പെഷ്യലായിട്ടാണ് ചിത്രം റിലീസിനെത്താൻ പോകുന്നത്. C5 ആണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. C5 വഴി ഈ വരുന്ന സെപ്റ്റംബർ മാസം 13 ചിത്രം ഓണം സ്പെഷ്യലായിട്ട് OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷയോടെയായിട്ട് നമുക്ക് നുണക്കുഴി എന്ന് പറയുന്ന സിനിമ C5 വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഈ ലിസ്റ്റിൽ അവസാനത്തെ അപ്ഡേറ്റ് ആണെന്ന് നോക്കണേ. ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണംവാരി ചിത്രങ്ങൾ ഒന്നായിട്ട് മാറുന്ന ചിത്രമാണ് സ്ത്രീ 2 എന്ന് പറയുന്ന സിനിമ. ഏകദേശം 750 കോടിയോളം രൂപ ചിത്രം ഇതിനോട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീ 2 OTT വഴി റിലീസിനെത്താൻ പോവുകയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ മാസം 27 ചിത്രം OTT പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം വീഡിയോസ് വഴി റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഹിന്ദി ഭാഷ മാത്രമേ റിലീസ് ചെയ്തുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട്. അപ്പം ഇത്രയും ചിത്രങ്ങളാണ് ഈ ആഴ്ച OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേ ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.